രാവിലെ 6 മണിക്ക് നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. എത്തിയേക്കാൻ നമ്മളൊരു കുന്തളിപ്പിന്റെ ഫോട്ടോ നിർബന്ധമാണല്ലോ. ഡൽഹിയിലെ തണുപ്പിനെ കുറിച്ച് എന്താ പറയുക? ഇവൻ എന്തിനാ ഒരു ബക്കറ്റ് പിടിച്ച് കിടക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളെന്തായാലും ബസ് കയറി നേരെ ഫ്രഷപ്പിനുള്ള പ്രോപ്പർട്ടിക്ക് പോകും. ഹോട്ടൽ ആസ്റ്ററിലായിരുന്നു നമ്മുടെ ഫ്രഷപ്പ്. അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പാസ്ത വല്യമേനല്ലെങ്കിലും ആ കടലക്കറിയും പൂരിയും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തെങ്കിലും കഴിക്കാൻ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു. അത് അവർ കൊടുത്തപ്പോൾ അവരെ മുഖത്ത് കണ്ട ഒരു സന്തോഷമുണ്ട്. അത് ഇപ്പത്തെ ട്രെൻഡിങ് ചളി. പിന്നെ നമ്മൾ പോയത് രാജ്ഘട്ടിലാണ്, നമ്മുടെ മഹാത്മാഗാന്ധി അടക്കം ചെയ്ത ലൊക്കേഷൻ. വീഡിയോ എടുക്കണപ്പോ ബൈക്ക് പൊലി വഹിക്കണം. പിന്നെ നമ്മൾ നേരെ റെഡ് ഫോർട്ടുകൾ എൻട്രി ടിക്കറ്റ് എടുത്ത് റെഡ് ഫോർട്ടിന്റെ അകത്ത് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരുപാട് പർച്ചേസിംഗ് ഏരിയകളും 3 തരത്തിലുള്ള കോട്ടകളും മ്യൂസിയവും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് അതിന്റെ ഉള്ളിൽ കാണാനുണ്ട്. ഗുലാം ജാം എന്നിന്റെ ഒരു വീക്ക്നെസ് ആണ്. ഉഫ്, എന്താ ടേസ്റ്റ്. സ്റ്റാർട്ടിംഗ് 400 ആണെങ്കിൽ 150 രൂപയ്ക്ക് നമുക്ക് ബാഗ് കിട്ടിയോ. ഇവന്റെ പോക്കറ്റും തപ്പി, പക്ഷെ ഫോണിന്റെ കച്ചിലാണ്. വെറും 20 രൂപ ഈ ടീഷർട്ടിനൊക്കെ ഇവിടെ ഉള്ളൂ. നമ്മുടെ നാട്ടില് 2000-2500 രൂപ വരുന്ന പ്യൂമെന്റിന്റെ നൈക്കിന്റെ ഷൂ ഇവിടെ വെറും 350 രൂപ കൊടുക്കും. 100 രൂപ ഏതെടുത്താലും 100 രൂപ. ജമാ മസ്ജിദ് ആർച്ചിന്റെ ഉള്ളിലൂടെ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. അത് വേറെ ലെവൽ തന്നെയാണ്. ഞാൻ ഒരു വർഷം മുന്നേ വന്നപ്പോൾ ഇയാൾ ധൈര്യത്തോടെ ഇരിക്കണ്ട, ഇയാളെ സമ്മതിക്കണം. ഡൽഹിയിലെ മസ്റ്റ് ട്രൈ ആണല്ലോ മുഹമ്മദ് ഖാൻ സർവത്ത്. ജമാ മസ്ജിദിന്റെ സൈഡിലുള്ള ഫുഡ് സ്ട്രീറ്റില് ഒരു ലോകം തന്നെ ഉണ്ട്. അവിടെ കിട്ടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അടികൾ പലവിധം, പക്ഷേ ഓട്ടോ അടി അത് കിട്ടില്ല. ജമാ മസ്ജിദിന്റെ അടുത്തുള്ള സ്ട്രീറ്റിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയത് ഫോർച്യൂണർക്കാണ്. ഇനി ഒരു ബർത്ത്ഡേ സർപ്രൈസ് പാളിപ്പോയതാണ് കാണാൻ പോകുന്നത്. അങ്ങനെ അവിടുന്ന് ബസ് കയറി ഞങ്ങൾ നേരെ ആഗ്രഹം പോയി. അപ്പൊ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ആഗ്രഹം പോണ ബൈക്ക് ചായ പിടിക്കാൻ നിർത്തി കണ്ടതാണ് ഇത്. നമ്മളിതില്ലേ കണ്ടാ മതി.